ബ്ലാസ്റ്റ് മൂവി ഒരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ്. റൈറ്റർ ആൻഡ് ഡയറക്ടർ സുഭാഷ് കെ രാജ്. ബ്ലാസ്റ്റിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തിട്ട് USB ഓഫ് ദ മൂവി ഇൻ ദ ട്രെയിലർ ഇറ്റ്സെൽഫ്. ഒരു കരാട്ടെ കുടുംബം. ബ്ലാസ്റ്റിൻ്റെ റൈറ്റിംഗ് ആണ് സ്മാർട്ട്. കരാട്ടെ ബേസ്ഡ് ഫിലിം. പക്ഷേ അതല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പിൾ പ്ലോട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടേക്കൺ എന്ന് പറയുന്ന മൂവി ഇംഗ്ലീഷിൽ അതേ സിമിലർ കൈൻഡ്, കമ്പയർ ചെയ്യുന്നില്ല, ബട്ട് ഒരു ചെറിയൊരു സിമ്പിൾ കാര്യം ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അർജുൻ ഹീറോ ആണ്, പക്ഷേ പടം ഫുള്ള് പുള്ളി എലിവേറ്റ് ചെയ്യുന്നതല്ല. പ്രീതി മുകുന്ദനെ കണ്ട ഒരു നോർമൽ ക്യൂട്ടായിട്ടൊരു ഗേൾ. ഒരു സീനുണ്ട്, ഷീ ഗോസ് ടു എ പ്ലേസ് ടു ഹെൽപ്പ് എ വുമൻ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ആദ്യമേ തോന്നില്ല പുള്ളിക്കാരി ഒരു ബാഡ് ആസ് ആണെന്ന്. കുറേ ഗൂസ് ബംസ് ഉള്ള സീനുകളുണ്ട്. രവി ബാസുരനെ കുറിച്ച് പറയണം. KGF, സാലാർ, കാട്ടാളൻ, ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളി കുറച്ച് ലൗഡാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ എക്സ്ട്രാ ലൗഡും അല്ല. വയലൻസ് ഉണ്ട്, നോർമൽ സീൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്. ഡയലോഗ്സിനും സ്പേസ് ഉണ്ട്. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. 100% തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു ഫൺ മൂവിയായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. ഇതൊരു അടി പടം അല്ല. ഓഡിയൻസിനെ ഇമോഷണലി കണക്ട് ചെയ്ത് അതിനുശേഷം വരുന്ന ആക്ഷൻ സീൻസാണ്. അതുകൊണ്ടാണ് ആ ഇമ്പാക്റ്റ് ഉള്ളത്. അർജുൻ പുള്ളിക്കാരൻ ഇപ്പോഴും സ്ക്രീനിൽ വന്ന വേറെ ഒരു എനർജി ലെവൽ തന്നെയാണ്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. പക്ഷേ വൺ തിങ് ഞാൻ ഉറപ്പായി പറയാം, ബ്ലാസ്റ്റ് ഈസ് എ പ്യുവർ തിയേറ്റർ എക്സ്പീരിയൻസ്. എക്സ്പെഷ്യലി കരാട്ടയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പോയി കാണണം. ബിക്കോസ് ഞാൻ ഒരു തൈക്വോണ്ടോ ബ്ലാക്ക് ബെൽറ്റാണ്. സോ യ